കോഴിക്കോട് താമരശ്ശേരിയിൽ മാതാവ് സുബൈദയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത് പണം നൽകാത്തതിലുള്ള വൈരാഗ്യം കാരണമെന്ന് പോലീസ്. സ്വത്ത് വിൽപ്പന നടത്താൻ വിസമ്മതിച്ചതാണ് കൊലപാതകത്തിന് കാരണം. ഇയാൾ മുൻപ് 2 തവണ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചിരുന്നെന്ന് പോലീസ് അറിയിച്ചു. മോട്ടീവായിട്ട് ഇയാൾ ഈ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ പ്രോപ്പർട്ടി വിൽക്കണം എന്നുള്ള ആവശ്യപ്പെടാറുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ അമ്മയെ കൊല്ലണമെന്ന് പല തവണ പലരോടായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ അമ്മയെ കൊല്ലാനുള്ള 2-3 അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ചിരുന്നു? ഇല്ല, ഞങ്ങൾ പോലീസ് അത് എന്റെ ഭാഗം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടുള്ള പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷിത ജഗത് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. ഷിത, ആഷിഖ് തന്നെ പണം നൽകാത്തത് കൊണ്ടാണ് അമ്മയെ വെട്ടിക്കൊന്നതെന്ന് ആഷിഖ് തന്നെ പോലീസിനോട് സമ്മതിച്ചോ? ആഷിഖ് പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. വലിയ വിഷമം തോന്നും, കേൾക്കുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നും. കാരണം 1.5 വയസ്സുള്ളപ്പോൾ ആഷിഖിന്റെ പിതാവ് ഇവരെ 2 പേരെയും ഉപേക്ഷിച്ച് പോയതാണ്. പിന്നീട് ഈ കഴിഞ്ഞ 25 വർഷവും ഉമ്മ തന്നെയാണ് അവനെ വളർത്തിയിരുന്നത്. ആ ഉമ്മയെയാണ് പണത്തിന്റെ പേരിൽ, പണം നൽകാത്തതിന്റെ പേരിൽ, സ്വത്ത് വിൽക്കാത്തതിന്റെ പേരിൽ മകൻ വെട്ടിക്കൊലപ്പെടുത്തുന്നതെന്ന് പറയുമ്പോൾ വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. പലതവണ പണം ആവശ്യപ്പെട്ടിരുന്നു, എന്നാൽ ഇവർ നൽകാൻ തയ്യാറായിരുന്നില്ല. സുബൈദയുടെ പേരിലുള്ള സ്വത്ത് വിൽപ്പന നടത്തണമെന്ന് പറഞ്ഞു. അതും നിരാകരിച്ചതോടുകൂടിയാണ് കൊലപാതകത്തിലേക്ക് എത്തുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇതിന് മുൻപ് 2 തവണ കൂടി മകൻ ഇത്തരമൊരു ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ലഹരിക്ക് അടിമയാണ് ഈ ആഷിഖ് എന്ന് അവിടെയുള്ള നാട്ടുകാരെല്ലാം പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് പഠനകാലത്താണ് ലഹരി ഉപയോഗം തുടങ്ങിയത്. പിന്നീട് കഴിഞ്ഞ 1.5 വർഷമായി ബാംഗ്ലൂരിലെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടു ചെന്നാക്കിയതായിരുന്നു ഈ സുബൈദ. ഇന്നലെയാണ് ഇവിടേക്ക് എത്തുന്നത്. ആ എത്തിയ സമയത്താണ് അമ്മയെ കൊല്ലാനുള്ള ഒരു തീരുമാനം കൂടെ ആഷിഖ് എടുക്കുന്നത്. സുബൈദയാകട്ടെ തലയിൽ ട്യൂമറാണ് അവർക്ക്. അതിനുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം ചികിത്സയിൽ സ്വന്തം സഹോദരിയുടെ വീട്ടിലാണ് അവർ കഴിയുന്നത്. അവിടെ വെച്ച് തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി അവിടെ നിന്നും തേങ്ങ പൊതിക്കാനെന്ന് പറഞ്ഞ് കൊടുവാൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് ആ വാള് കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആഷിഖിനെ ഇന്ന് വിശദമായുള്ള വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. ആഷിഖ് ലഹരി ഉപയോഗിച്ചാണോ ഈ കൃത്യം ചെയ്തതെന്ന് പോലീസ് നോക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സാധാരണ രീതിയിലുള്ള ഒരു വൈദ്യപരിശോധനയല്ല, അതിലുപരിയുള്ള ഒരു വൈദ്യപരിശോധന കൂടി നടത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. സുബൈദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി സംസ്കാരവും നടക്കും. ദിവ്യ.